നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺ നിങ്ങൾക്കായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണ് ഞാൻ എടുക്കാം. ഐ വിഷ് ഐ കുഡ് ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ. അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം അഫ്രൈഡ് ടു ലൂസ് യു. നിങ്ങളവരെ വിട്ടുപോകുമെന്ന് അവർക്ക് വളരെ പേടിയുണ്ട്. ഐ കാൺട്ട് മേക്ക് എ ഡിസിഷൻ. അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്. ഡോണ്ട് ട്രീറ്റ് മീ ദ വേ യു ഡു. ഐ ഡോണ്ട് ഡിസേർവ് ഇറ്റ്. നിങ്ങളവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അത്രയും സ്നേഹം അവർ അർഹിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ക്യാൻ ടേക്ക് ഇറ്റ് എനി മോർ. ഈ സെപ്പറേഷൻ അവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന്. ഐ കാൺട്ട് ഹാൻഡിൽ യുവർ ലവ്. നിങ്ങളുടെ സ്നേഹം എത്രത്തോളമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർക്കത് വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർക്ക് തിരിച്ചു നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. വൈ ഡു ഐ ഡിസേർവ് സമ്മൺ ലൈക്ക് യു. അവരെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സ്നേഹം അവരർഹിക്കുന്നില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. ഐ കാൺട്ട് പ്രോമിസ് യു എനിത്തിങ്. അവരൊരു എന്തോ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കോണ്ടാക്ട് ചെയ്യുമെന്ന് ഉറപ്പായിട്ട് പറയാൻ സാധിക്കുന്നില്ല. എന്തോ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ് അവർ. ഐ വിഷ് ടു ബി ലൈക്ക് യു. അവർ നിങ്ങളെപ്പോലെ ആവാൻ സാധിച്ചിരുന്നെങ്കിൽ, നിങ്ങളെപ്പോലെ അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ വിചാരിക്കുകയാണ്. ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്.